വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ ഏറ്റവും നിഗൂഢമായ വിദ്യയെക്കുറിച്ച്, ഗുരുതന്റെ ജീവിത രഹസ്യം ശിഷ്യന്റെ ചെവിയിൽ മന്ത്രിക്കുന്ന ആ പവിത്രമായ നിമിഷത്തെക്കുറിച്ചാണ് ശിവൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. പരമമായ സത്യം ഉപദേശിക്കപ്പെടുമ്പോൾ ഇമവെട്ടാതെ നിശ്ചലമായ മിഴികളോടെ അത് ശ്രദ്ധിക്കുക. കണ്ണുകൾ നിശ്ചലമാകുമ്പോൾ മനസ്സ് നിശബ്ദമാകുന്നു. ചിന്തകൾ നിലയ്ക്കുന്ന ആ നിർമ്മല അവസ്ഥയിലാണ് നമുക്ക് ഒരു പുതിയ പ്രകാശമായി ദർശിക്കാൻ സാധിക്കുന്നത്. മനസ്സിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ഏകമായ സ്വാതന്ത്ര്യം. അഹന്ത എന്ന മൺകുടം ഉടഞ്ഞു വീഴുമ്പോൾ നമ്മൾ നമ്മിൽ നിന്ന് തന്നെ സ്വതന്ത്രരാകുന്നു. അവിടെ ഉടൻ പൂർണ്ണമായും മോചിതനായിത്തീരും. അറിവല്ല, അനുഭവമാണ് സത്യം. പ്രിയമുള്ളവരെ, നമസ്കാരം. ദിവ്യബോധ ജ്ഞാന പ്രവാഹത്തിൻ്റെ അതീവ നിഗൂഢമായ 34ാമത്തെ വിദ്യയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു പുഴ കടലിലേക്ക് ഒഴുകിച്ചേരുന്നത് പോലെ ആശയങ്ങൾ തമ്മിൽ വേർതിരിക്കാനാവാത്ത ഒരു തുടർച്ചയോടെ നമുക്ക് ഈ രഹസ്യവിദ്യയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. തന്ത്രശാസ്ത്രത്തിലെ ഈ 34ാമത്തെ വിദ്യ അതീവ രഹസ്യവും അഗാധവുമായ ഒരു വിനിമയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആത്മീയതയിൽ ഒരു വിദ്യ രഹസ്യമാകുന്നത് അത് ആരോടും പറയാത്ത ഒന്നായതുകൊണ്ടല്ല, മറിച്ചത് അനുഭവിക്കുന്നവർക്ക് മാത്രം വെളിപ്പെടുന്ന ഒന്നായതുകൊണ്ടാണ്. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ പവിത്രമായ ബന്ധത്തിൽ ഗുരു തൻ്റെ ജീവിതാനുഭവങ്ങളുടെ സത്ത ശിഷ്യന്റെ ചെവിയിൽ മന്ത്രിക്കുന്ന ആ നിമിഷത്തെയാണ് ശിവനിവിടെ അടയാളപ്പെടുത്തുന്നത്. സാധാരണയായി നമ്മൾ എന്തിനെയെങ്കിലും കുറിച്ച് പഠിക്കുന്നത് അത് ബുദ്ധിപരമായ ഒരു വിനിമയം മാത്രമാണ്. എന്നാൽ ഇവിടെ ഗുരു തൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ശിഷ്യന്റെ കേന്ദ്രത്തിലേക്ക് ചൈതന്യത്തെ നേരിട്ട് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. ഈ വിനിമയം സാധ്യമാകണമെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ അപരിചിതമായ ആ അഹന്തയെയും ആഗ്രഹങ്ങളെയും പൂർണ്ണമായും മാറ്റിവെച്ച് ഒരു ഗർഭപാത്രം പോലെ സ്വീകരണക്ഷമതയോടെ കാത്തിരിക്കേണ്ടതുണ്ട്. ഈ വിദ്യയുടെ കാതലെന്നത് കാത്തിരിപ്പാണ്. നമ്മളെപ്പോഴും എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ ആവശ്യപ്പെടുന്നത് പോലും വലിയൊരു തടസ്സമാണ്. കാരണം ആവശ്യപ്പെടുക എന്നാൽ അത് മനസ്സിൻ്റെ ആഗ്രഹമാണ്, അത് മനസ്സിൻ്റെ തന്നെ ഒരു ഉത്തേജനമാണ്. ഇവിടെ ശിഷ്യൻ ചെയ്യേണ്ടത് യാതൊരു വ്യവസ്ഥകളുമില്ലാതെ വെറുതെ കാത്തിരിക്കുക എന്നത് മാത്രമാണ്. ഈ നിശബ്ദമായ കാത്തിരിപ്പിലൂടെയാണ് നമ്മൾ നമുക്കുള്ളിലെ ആ വലിയ ശൂന്യതയെ തിരിച്ചറിയുന്നത്. ഗുരുവിദ്യ ഉപദേശിക്കുമ്പോൾ നിശ്ചലമായ മിഴികളോടെ ഇമചിമ്മാതെ അത് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സ് പൂർണ്ണമായും നിശ്ചലമാകണം എന്നാണ്. നമ്മുടെ മിഴികളിലെ ചെറിയൊരു അനക്കം പോലും ഉള്ളിലെ അസ്വസ്ഥതയെയാണ് വെളിപ്പെടുത്തുന്നത്. കണ്ണുകൾ നിശ്ചലമാകുമ്പോൾ സമയം ഒഴുകാതെയാവുകയും മനസ്സ് പൂർണ്ണമായും ശൂന്യമാകുകയും ചെയ്യുന്ന ആ നിർമ്മല അവസ്ഥയിലാണ് ഗുരുവിൻ്റെ വാക്കുകൾ വിത്തുകളായി നമ്മുടെ കേന്ദ്രത്തിലേക്ക് തുളച്ചു കയറുക. ഇവിടെ സമയമെന്നത് അപ്രസക്തമാകുകയും ബോധം അതിൻ്റെ ശുദ്ധമായ അവസ്ഥയിൽ നിലകൊള്ളുകയും ചെയ്യും. ഗുരു തൻ്റെ രഹസ്യങ്ങളെ ശിഷ്യന്റെ ചെവിയിൽ മന്ത്രിക്കുമ്പോൾ അവിടെ യാതൊരു ചിന്തയും തടസ്സമായി നിൽക്കരുത്. ഒരൊഴിഞ്ഞ ചെവിയായി, ഒരൊഴിഞ്ഞ പാത്രമായി നമ്മൾ മാറുമ്പോൾ മാത്രമേ പരമമായ ആ വിദ്യ നമ്മുടെ സത്തയിൽ ലയിച്ചു ചേരുകയുള്ളൂ. ഈ നിഷ്ക്രിയമായ അവബോധത്തിൽ, ആ മൗനത്തിൽ സംഭവിക്കുന്ന മിന്നൽ പിണറിലൂടെയാണ് നമ്മൾ നമുക്ക് തന്നെ പ്രകാശമായി മാറുന്ന ആ മോചനത്തിൻ്റെ മുഹൂർത്തം സംഭവിക്കുന്നത്.
6 വർഷം വരാന്തയിൽ കാത്തിരുന്ന ലിൻചി ഒടുവിൽ ഗുരുവിൻ്റെ ആർത്തു വിളിച്ചുള്ള ചിരിയിൽ പ്രബുദ്ധനായതുപോലെ ഈ കാത്തിരിപ്പ് പൂർണ്ണമാകുന്ന നിമിഷം എല്ലാ ബന്ധങ്ങളും അഴിഞ്ഞു വീഴും. അറിവിനേക്കാൾ അനുഭവത്തിന് പ്രാധാന്യമുള്ള ഈ വിദ്യയിലൂടെ മനസ്സെന്ന തടവറയിൽ നിന്ന് നമ്മൾ എന്നേക്കുമായി സ്വതന്ത്രരാക്കപ്പെടുകയാണ്. കാത്തിരിപ്പിൻ്റെയും നിഗൂഢമായ വിനിമയത്തിൻ്റെയും പ്രാധാന്യം നമ്മൾ കണ്ടു. ഇനി ആ വിനിമയം സംഭവിക്കുന്ന നിമിഷത്തിൽ നമ്മുടെ ശരീരവും മനസ്സും എങ്ങനെയായിരിക്കണമെന്ന വിപ്ലവകരമായ ബോധത്തെക്കുറിച്ചാണ് ശിവൻ ഈ ഭാഗത്ത് വെളിപ്പെടുത്തുന്നത്. ഗുരു പരമമായ ആധ്യാത്മിക രഹസ്യം ഉപദേശിക്കുമ്പോൾ നിശ്ചലമായ മിഴികളോടെ ഇമ ചിമ്മാതെ അത് ശ്രദ്ധിക്കണമെന്ന് ശിവൻ നിർദ്ദേശിക്കുമ്പോൾ അതിനു പിന്നിൽ അഗാധമായ ഒരു മനഃശാസ്ത്രമുണ്ട്. നമ്മുടെ കണ്ണുകളും നമ്മുടെ മനസ്സും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്. മനസ്സ് ചലിക്കുമ്പോൾ മാത്രമേ കണ്ണുകൾക്ക് ചലിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ മിഴികളിലെ ഒരു ചെറിയ ഇളക്കം പോലും നമുക്കുള്ളിലെ ആഴത്തിലുള്ള അസ്വസ്ഥതയുടെയും ചിന്താപ്രവാഹത്തിൻ്റെയും വെളിപ്പെടുത്തലായി മാറുകയാണ്. ഇമവെട്ടാതെ നോക്കി നിൽക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വെറുമൊരു ശാരീരികമായ നിശ്ചലതയല്ല, മറിച്ച് ചിന്തകൾ പൂർണ്ണമായും അടങ്ങിയ നിശബ്ദമായ ഒരു അവസ്ഥയാണ്. ഈ നിശ്ചലതയിലാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു പുതിയ വെളിച്ചമായി ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. കണ്ണുകൾ നിശ്ചലമാകുമ്പോൾ ബോധം അതിൻ്റെ വന്യമായ ചലനങ്ങൾ നിർത്തി കേന്ദ്രത്തിലേക്ക് ഒതുങ്ങും. ഒരു ഗർഭപാത്രം പുതിയൊരു ജീവനെ സ്വീകരിക്കാൻ നിശബ്ദമായി കാത്തിരിക്കുന്നത് പോലെ ശിഷ്യന്റെ ബോധം യാതൊരുവിധ ചലനവുമില്ലാതെ പൂർണ്ണമായ സ്വീകരണക്ഷമതയോടെ തുറന്നിരിക്കണം. ഇതെന്തിനെങ്കിലും വേണ്ടിയുള്ള കാത്തിരിപ്പല്ല, മറിച്ച് അതൊരു കാത്തിരിപ്പ് മാത്രമാണ്. കാരണം എന്തിനെങ്കിലും വേണ്ടിയുള്ള കാത്തിരിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ അറിഞ്ഞോ അറിയാതെയോ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. സമയം ഒഴുകാതാവുകയും മനസ്സ് പൂർണ്ണമായും ശൂന്യമാവുകയും ചെയ്യുന്ന ആ അപൂർവ നിമിഷത്തെയാണ് നമ്മൾ നിർമ്മന അവസ്ഥ അല്ലെങ്കിൽ നോ മൈൻഡ് എന്ന് വിളിക്കുന്നത്. ഇത്തരമൊരു നിർമ്മന തലത്തിലേക്ക് മാത്രമേ ഒരു ഗുരുവിന് സത്യത്തിൻ്റെ അഗാധമായ വിത്തുകൾ പാകാൻ കഴിയൂ. വാക്കുകൾക്ക് തടയാൻ കഴിയാത്ത ആ ശൂന്യതയിൽ ഗുരുവിൻ്റെ മൗനം പോലും ഒരു മന്ത്രമായി നമ്മുടെ സത്തയിലേക്ക് ലയിക്കും. ആ നിമിഷം സംഭവിക്കുന്ന തിരിച്ചറിവിലൂടെയാണ് നമുക്ക് എന്നേക്കുമായി ഈ സംസാര ചക്രത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സമയം നിശ്ചലമാകുന്ന ഈ നിമിഷങ്ങളിൽ ശിഷ്യനൊരു ഒഴിഞ്ഞ ചെവിയായി അല്ലെങ്കിൽ ഒരു ശൂന്യമായ പാത്രമായി മാറുകയാണ് ഇവിടെ. ഗുരുവിനിവിടെ നീണ്ട പ്രഭാഷണങ്ങളൊന്നും നൽകേണ്ടി വരുന്നില്ല. അവിടെ 1-2 വാക്കുകൾ മാത്രം മതിയാകും. ആ 1-2 വാക്കുകൾ നിശബ്ദതയുടെ ചിറകിലേറി ശിഷ്യന്റെ കേന്ദ്രത്തിലേക്ക് തുളച്ചു കയറും. അപ്പോൾ അവിടെ വിവേകത്തിൻ്റെ വിത്ത് മുളയ്ക്കാൻ തുടങ്ങും. ഈ നിഷ്ക്രിയമായ അവബോധത്തിൽ, ആ മൗനത്തിൽ നമ്മൾ പൂർണ്ണമായും അപ്രത്യക്ഷനാകുകയും ശുദ്ധമായ ബോധം മാത്രം അവശേഷിക്കുകയും ചെയ്യും. അറിവുകൾ പുകമറ പോലെ മാഞ്ഞു പോകുമ്പോൾ നമുക്ക് നേരിട്ട് ദർശിക്കാവുന്ന ആ ആന്തരിക പ്രകാശം അവിടെ തെളിയും. ഈ വിദ്യയിലൂടെ നമ്മൾ കണ്ണുകളെ ഒരു ഉപകരണമാക്കി ഉപയോഗിച്ച് മനസ്സിൻ്റെ തടവറയിൽ നിന്ന് പുറത്തേക്ക് നടക്കുകയാണ്. നിശ്ചലമായ മിഴികൾക്കും നിശബ്ദമായ മനസ്സിനും അപ്പുറം യഥാർത്ഥത്തിൽ എന്താണ് സ്വാതന്ത്ര്യമെന്ന വലിയ തിരിച്ചറിവിലേക്കാണ് ഈ ഘട്ടം നമ്മെ നയിക്കുന്നത്. ലോകത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ സാമൂഹിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആത്മീയതയുടെ ആഴങ്ങളിൽ ഒരേ ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. അത് മനസ്സിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് മനസ്സെന്നത് നമ്മുടേതാണെന്നാണ്. എന്നാൽ സത്യത്തിൽ മനസ്സാണ് നമ്മുടെ തടവറ. ആ തടവറയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്കൊരിക്കലും പൂർണ്ണമായും ദർശിക്കാൻ കഴിയില്ല.
മനസ്സെന്ന അടിമത്തത്തിൽ നിന്ന് മോചിതനാകുക എന്നതാണ് ഈ രഹസ്യവിദ്യയുടെ ലക്ഷ്യം തന്നെ. ഒരു ശിഷ്യൻ ഗുരുവിനോടൊപ്പം കാത്തിരിക്കുന്നത് വെറുതെയല്ല. തൻ്റെ മനസ്സ് അതിൻ്റെ വന്യമായ ചലനങ്ങൾ നിർത്തി അഹന്തയുടെ ഭാരം അഴിച്ചു വെച്ച് ഒരു ശുദ്ധമായ ശൂന്യതയായി മാറുന്ന ആ നിമിഷത്തിന് വേണ്ടിയാണ് ആ കാത്തിരിപ്പ്. മനസ്സതിൻ്റെ പഴയ ഓർമ്മകളെയും ആഗ്രഹങ്ങളെയും ചവച്ചുകൊണ്ടിരിക്കുന്നത് നിർത്തുമ്പോൾ മാത്രമേ അവിടെ സത്യത്തിൻ്റെ പുതിയൊരു വിത്ത് മുളയ്ക്കുകയുള്ളൂ. ഇവിടെ ഒരു പ്രധാന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പാറപ്പുറത്ത് വിതയ്ക്കുന്ന വിത്തുകൾ മുളയ്ക്കില്ല. അത് വിത്തിൻ്റെ കുറ്റമല്ല, മറിച്ച് ആ വിത്തിനെ സ്വീകരിക്കേണ്ട മണ്ണ് പാകമായിട്ടില്ല എന്നതാണ്. ആത്മീയ ഉപദേശങ്ങൾ ഒരു ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് ഒഴുകുമ്പോൾ ശിഷ്യന്റെ ബോധം ആ വിത്തിനെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു ശരിയായ മണ്ണായി മാറിയിരിക്കണം. ഈ തയ്യാറെടുപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാത്തിരിപ്പ്. പലപ്പോഴും നമ്മൾ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ പ്രതീക്ഷ എന്നത് മനസ്സിൻ്റെ മറ്റൊരു കൗശലമാണ്. അത് വ്യവസ്ഥകൾ വെക്കലാണ്. പ്രതീക്ഷകളില്ലാതെ വെറുതെ കാത്തിരിക്കാൻ പഠിക്കുമ്പോഴാണ് നമുക്കൊരു പുതിയ പ്രകാശമായി അനുഭവിക്കാൻ കഴിയുന്ന ആന്തരികമായ ഭാഗം കൈവരുകയുള്ളൂ. ഗുരു ഇവിടെ തൻ്റെ സാന്നിധ്യത്തിലൂടെ ശിഷ്യനെ പഠിപ്പിക്കുകയല്ല, മറിച്ച് അവനെ ആ രഹസ്യവിദ്യയ്ക്കായി പാകപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നിശബ്ദതയിൽ, ഈ നിഷ്ക്രിയമായ അവബോധത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ അറിവുകൾ പുകമറ പോലെ മാഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. മനസ്സിൻ്റെ കോലാഹലങ്ങൾ അടങ്ങുമ്പോൾ ആ ശൂന്യതയിൽ ഗുരു നൽകുന്ന ചെറിയൊരു മന്ത്രമോ ഒരു നോട്ടമോ മതിയാകും നമ്മെ എന്നേക്കുമായി സ്വതന്ത്രനാക്കാൻ. താൻ ഒരിക്കലും ബന്ധനത്തിലായിരുന്നില്ലെന്നും മനസ്സെന്നൊരു ഭ്രമം മാത്രമായിരുന്നു തന്നെ തളച്ചിരുന്നതെന്നും ആ നിമിഷം ശിഷ്യൻ തിരിച്ചറിയുകയാണ് അവിടെ. ഈ ബോധ്യത്തിലൂടെ നമുക്ക് തികച്ചും ലളിതവും ആനന്ദഭരിതവുമായ ഒരു സ്വത്വമായി ദർശിക്കാൻ സാധിക്കും. അറിവുള്ളവരല്ല, മറിച്ച് അറിവുരുകിപ്പോയ നിഷ്കളങ്കരായ മനുഷ്യർക്ക് മാത്രമേ ഈ പരമമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഈ നിഗൂഢമായ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മിൽ നിന്ന് തന്നെ മോചിക്കപ്പെടുകയാണ്. നമ്മൾ മനസ്സിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു. ആ സ്വാതന്ത്ര്യം വെറുമൊരു വാക്കല്ലെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചരിത്രത്തിലെ വിസ്മയകരമായ ഒരു ഉദാഹരണത്തിലേക്ക്, സെൻ ഗുരുവായ ലിൻചിയുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കാം. ലിൻചി തൻ്റെ ഗുരുവായ ഹുവാങ്പോയുടെ വരാന്തയിൽ 6 വർഷമാണ് വെറുതെ ഇരുന്നത്. ഓരോ ദിവസവും ആ ഗുരു വരാന്തയിലൂടെ കടന്നു പോകുമായിരുന്നു. എന്നാൽ അദ്ദേഹം ലിൻചിയെ ഒന്ന് നോക്കുക പോലും ചെയ്തിരുന്നില്ല. നമ്മൾ ചിന്തിച്ചേക്കാം, 6 വർഷം വെറുതെ ഇരിക്കുക എന്നത് എത്ര വിരസമാണെന്ന്. ഒരു ദിവസം പോലും ഇരിക്കാൻ നമുക്ക് കഴിയില്ല, അല്ലേ? എന്നാൽ സത്യത്തിൽ ആ കാത്തിരിപ്പാണ് ലിൻചിയെ പരുവപ്പെടുത്തിയത്. മനസ്സിന് പുതിയ ഉത്തേജനങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അത് തനിയെ നിലയ്ക്കാൻ തുടങ്ങും. ഓരോ നിമിഷവും ശാന്തമായി ഇരുന്നു കൊണ്ട് തൻ്റെ ഗുരുവിനെ ദർശിച്ച ലിൻചിയെ അറിയാതെ തന്നെ കണ്ണുകൾ നിശ്ചലമാകുന്ന ഈ വിദ്യ പരിശീലിക്കുകയായിരുന്നു. 6 വർഷത്തെ ആ അഗാധമായ കാത്തിരിപ്പിനൊടുവിലാണ് നമുക്ക് എന്നേക്കുമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന ആ മഹാമുഹൂർത്തം വന്നണഞ്ഞത്. പെട്ടെന്നൊരു ദിവസം ഗുരു പുറത്തേക്ക് വരികയും ലിൻചിയുടെ കണ്ണുകളിലേക്ക് അതീവ ശ്രദ്ധയോടെ നോക്കി ആർത്ത് ചിരിക്കാൻ തുടങ്ങുകയും ചെയ്തു. ആ ചിരി വെറുമൊരു ശബ്ദമായിരുന്നില്ല, മറിച്ച് ലിൻചിയുടെ ആത്മാവിൻ്റെ കേന്ദ്രത്തിലേക്ക് തുളച്ചു കയറിയ ഒരു സന്ദേശമായിരുന്നു. തൻ്റെ ഗുരു ചിരിച്ചപ്പോൾ ഈ ലോകം മുഴുവൻ ഒരു വലിയ തമാശ മാത്രമാണെന്ന് ലിൻചി പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ അതീവ ഗൗരവമായി കാണുന്നിടത്തോളം കാലം നമ്മൾ അസ്വസ്ഥരായിരിക്കും. എന്നാൽ ഇതൊരു നാടകം മാത്രമാണെന്നും ഇവിടെ ആരും ബന്ധനത്തിലല്ലെന്നും ബോധ്യപ്പെടുമ്പോൾ എല്ലാ ഗൗരവവും അപ്രത്യക്ഷമാകും. ഈ തിരിച്ചറിവിലൂടെയാണ് നമുക്ക് ആനന്ദത്തിൻ്റെ ഒരു പുതിയ തലമായി അനുഭവപ്പെടുന്നത്.
താൻ ബന്ധനത്തിലാണെന്ന ചിന്ത മാത്രമായിരുന്നു തൻ്റെ ഏക തടസ്സമെന്ന് ആ ചിരിയിലൂടെ ലിൻചി കണ്ടുപിടിച്ചു. ലിൻചിയുടെ കണ്ണുകൾ ആ നിമിഷം നിശ്ചലമായിരുന്നിരിക്കണം. ഗുരുവിൻ്റെ ആ ചിരിയിൽ സർവവും അലിഞ്ഞു പോയപ്പോൾ ലിൻചി എന്ന വ്യക്തി അവിടെ ഇല്ലാതായി. അഹംബോധം അപ്രത്യക്ഷമാകുന്ന ആ അവസ്ഥയെയാണ് നാം മോക്ഷമെന്ന് വിളിക്കുന്നത്. നമ്മെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ന് വിളിക്കുന്ന ആ ഞാനവിടെ ഇല്ലാതാകണം. ഗുരുവിൻ്റെ ചിരി ലോകത്തെ ഒരു നേരമ്പോക്കായി കാണാൻ ലിൻചിയെ പഠിപ്പിച്ചു. ഗൗരവം അഹന്തയുടെ ലക്ഷണമാണ്, എന്നാൽ ചിരി എന്നത് പരമമായ അസ്തിത്വത്തിൻ്റെ സംഗീതമാണ്. ഈ ബോധം ഉള്ളിൽ ഉദിച്ചതോടെ ലിൻചി ഒരു പുതിയ മനുഷ്യനായി മാറി, തികച്ചും സ്വതന്ത്രനായി മാറി. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തെ ആഴത്തിൽ ദർശിക്കുമ്പോൾ അതിലെ ഗൗരവം കൈവെടിയണമെന്നാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മെ ആനന്ദമായി ദർശിക്കാൻ സാധിക്കൂ. കഴിഞ്ഞ കുറച്ച് സമയമായി നമ്മൾ കാത്തിരിപ്പിനെക്കുറിച്ചും നിശ്ചലമായ മിഴികളെക്കുറിച്ചും ലിൻചിയുടെ ഗുരുവിൻ്റെ ആ ചിരിയെക്കുറിച്ചും സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഈ വിദ്യയുടെ പരമമായ ലക്ഷ്യത്തിലേക്കാണ്. വിമോചനം അഥവാ തന്നിൽ നിന്നുള്ള സ്വാതന്ത്ര്യമെന്നാൽ നമ്മൾ വിചാരിക്കുന്നത് എന്തിൽ നിന്നോ ഉള്ള ഒരു മോചനമാണെന്നാണ്. എന്നാൽ യഥാർത്ഥ മോചനം എന്നത് നമ്മൾ നമ്മിൽ നിന്ന് തന്നെ സ്വതന്ത്രരാകുക എന്നതാണ്. നമ്മളെന്ന് വിളിക്കുന്ന ആ അഹന്തയുടെ തടവറ തകരുന്ന നിമിഷം നമ്മെ നമുക്ക് അസ്തിത്വത്തിൻ്റെ ഭാഗമായി ദർശിക്കാൻ സാധിക്കും. ഇതിനെ പിന്തുണയ്ക്കുന്ന മനോഹരമായ ഒരു സെൻ കഥയുണ്ട്. ഒരു സന്യാസിനി 2 മൺകുടങ്ങളിൽ വെള്ളം നിറച്ചൊരു മുളന്തണ്ടിൽ തൂക്കി വരികയായിരുന്നു. അന്നൊരു പൗർണമി രാത്രിയായിരുന്നു. പെട്ടെന്ന് ആ മുളന്തണ്ട് ഒടിയുകയും മൺകുടങ്ങൾ നിലത്ത് വീണ് ചിതറുകയും ചെയ്തു. ആ മൺകുടങ്ങൾ തകരുന്ന നിമിഷം അതിൽ പ്രതിഫലിച്ചിരുന്ന ചന്ദ്രന്റെ ബിംബവും അപ്രത്യക്ഷമായി. ആ നിമിഷമാണ് അവൾ പ്രബുദ്ധയായത്. ആ മൺകുടങ്ങൾ തകർന്നപ്പോൾ അവളിൽ എന്തോ ഒന്ന് പൊട്ടിത്തകർന്നു. ആ കുടങ്ങൾ അവളുടെ ശരീരവും അതിലെ വെള്ളം അവളുടെ മനസ്സുമായിരുന്നു. കുടങ്ങൾ ഉടഞ്ഞപ്പോൾ വെള്ളം അവിടെ ഒഴുകിപ്പോയി. അതോടെ മനസ്സെന്ന പ്രതിഭാസവും അവിടെ ഇല്ലാതായി. അപ്പോൾ അവൾ മുകളിലെ യഥാർത്ഥ ചന്ദ്രനെ ദർശിച്ചു. അതുവരെ അവൾ കണ്ടിരുന്നത് വെള്ളത്തിലെ പ്രതിബിംബത്തെ മാത്രമായിരുന്നു. ഇതുപോലെയാണ് ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ശിഷ്യന്റെ അഹന്ത ഉടഞ്ഞു വീഴുന്നത്. അഹംബോധം എന്ന മൺകുടം തകരുമ്പോൾ ബോധം എന്ന പ്രകാശം അവിടെ സർവവ്യാപിയായി മാറും. ഈ ഒരവസ്ഥയിലാണ് നമുക്ക് യാതൊരുവിധ മറകളുമില്ലാതെ ശുദ്ധമായ ചൈതന്യമായി അനുഭവപ്പെടുക. ആ നിമിഷം മുതൽ അവിടെ ഞാനെന്ന വ്യക്തിയില്ല, പകരം അനന്തമായ പ്രപഞ്ചം മാത്രമേ ഉള്ളൂ. ഈ 34ാമത്തെ വിദ്യ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ഒഴിഞ്ഞ പാത്രമായി മാറാനാണ്. ഗുരുവിൻ്റെ വിദ്യ ഉപദേശിക്കപ്പെടുമ്പോൾ നിശ്ചലമായ കണ്ണുകളോടെ ഇരിക്കുക എന്ന് ശിവൻ പറയുന്നത് ഈ ഒരു തകർച്ചയ്ക്ക് വേണ്ടിയാണ്. കണ്ണുകൾ നിശ്ചലമാകുമ്പോൾ മനസ്സ് തളരും, ഒടുവിൽ അത് തകർന്നു വീഴും. ആ തകർച്ചയിലാണ് യഥാർത്ഥ വിമോചനം ഒളിഞ്ഞിരിക്കുന്നത്. അവിടെ ശാരീരികമായ ബന്ധനങ്ങളില്ല, മാനസികമായ ചങ്ങലകളില്ല. നമ്മളെപ്പോഴും മോചനം അന്വേഷിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ ഒടുവിൽ നാം തിരിച്ചറിയുകയാണ് നമ്മൾ ഒരിക്കലും ബന്ധനത്തിലായിരുന്നില്ല എന്ന്. അതൊരു സ്വപ്നം മാത്രമായിരുന്നുവെന്ന്. ആ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ മാത്രമേ നമ്മെ നമുക്ക് എന്നേക്കുമായി ലഭിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ ആത്മീയ യാത്ര ഇവിടെ പൂർണ്ണമാകുകയാണ്. വിജ്ഞാൻ ഭൈരവ തന്ത്രയിലെ ഈ രഹസ്യവിദ്യ നിങ്ങൾക്കുള്ളിലെ നിശബ്ദതയെ ഉണർത്തട്ടെ. നിശ്ചലമായ കണ്ണുകളോടെ, തുറന്ന മനസ്സോടെ അസ്തിത്വത്തിന് മുന്നിൽ ഇരിക്കാൻ നമുക്ക് ശീലിക്കാം. അവിടെയാണ് എല്ലാ പ്രാർത്ഥനകളും അവസാനിക്കുന്നതും എല്ലാ ഉത്തരങ്ങൾ തുടങ്ങുന്നതും. ഈ ദർശനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിത്യപ്രകാശമായി മാറട്ടെ. സ്നേഹത്തോടെ ദിവ്യബോധം. നന്ദി, നമസ്കാരം.